ഒരടി കട്ടിയുള്ള പാത്രം എടുക്കുക. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് അമൃതം പൊടി ഇടാം. ഫ്ലെയിം ലോ ടു മീഡിയം ലെവലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പൊടി ഇട്ടതിന് ശേഷം അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പൊടി നന്നായി ചൂടാവുകയും വേണം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറണമെങ്കിൽ നന്നായി ചൂടാവുക തന്നെ വേണം. ഒരു 5 to 6 മിനിറ്റ്സ് നമ്മൾ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സിൻ്റെ പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നട്ട്സിൻ്റെ പൗഡർ ചേർക്കുന്നത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കാരണം ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. പൊടി ചൂടായതിന് ശേഷം അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. തേങ്ങ നന്നായി ഇളക്കുക. അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ, ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കതിനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അതിലെ ആ വെള്ളത്തിൻ്റെ അംശം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്കത് ചേർക്കുമ്പോൾ ഈ ലഡു കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. തേങ്ങയൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഏലക്കാപ്പൊടി ചേർത്തിരിക്കുന്നത്. തേങ്ങ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അത് നമുക്ക് മാറ്റി നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടിയിലേക്ക് ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കാം. ഈ മധുരത്തിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ശർക്കര പാനിയാണ്. ഒരു 1/2 കപ്പ് ശർക്കര എടുത്ത് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. അത് അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മിക്സ് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഈ മിശ്രിതം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി മാറ്റാം. ഞാനിവിടെ റെക്റ്റാങ്കുലർ ഷേപ്പിലേക്കാണ് ആക്കി മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി മാറ്റാം. റൗണ്ടായിട്ടോ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്തെടുക്കാം. അങ്ങനെ ഷേപ്പ് ആയതിനു ശേഷം ഞാൻ അതിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സ് പൊടിച്ചത് ഞാൻ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ലഡു തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം.